എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് ഇവരുടെ ആവശ്യപ്രകാരം ഒരു ഫുഡ് ചലഞ്ചാണ് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പത്ത് മഞ്ചാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. അതുകൂടാതെ 4 ബാർ ഐസ്ക്രീം, പിന്നെ ചെറിയ പാക്കറ്റുള്ള 10 ഐസ്ക്രീം, 2 ലേസ്. ഇത് കഴിക്കേണ്ട വിധം എന്ന് പറഞ്ഞാൽ ഒരാൾ 5 മഞ്ചും 5 ഐസ്ക്രീമും ഈ 2 ബാർ വെച്ചുമാണ്. പിന്നെ ലേസ് ഓരോന്നും വെച്ച് വീതം കഴിക്കണം. അന്നേരം 3 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതേ തുടങ്ങിക്കഴിഞ്ഞു. രണ്ടുപേരും സാന്ദ്ര ലേസിലോട്ട് കടന്നിരിക്കുകയാണ്. അതുകൂടാതെ ആരിഷ് അവളെ തോൽപ്പിക്കണമെന്നുള്ള വാശിയോടുകൂടി തന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നുണ്ട്. സാന്ദ്രയ്ക്ക് ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ലേസ് കഴിച്ചുകൊണ്ടിരിക്കുക. ആരിഷിന് സ്പീഡ് കൂടി. ലേസ് ഇപ്പം തീരുമെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഒരു ശക്തമായ ആരിഷിൻ്റെ ശ്രദ്ധ മുഴുവൻ ആ ലേസിലോട്ടാണ്. സാന്ദ്രയ്ക്ക് ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. സാന്ദ്ര ലേസ് തീർത്തിട്ട് ഐസ്ക്രീമിലോട്ട് കിടന്നിരിക്കുകയാണ്. ചെറിയ ഐസ്ക്രീം എടുത്ത സാന്ദ്ര. അത് കണ്ട് പെട്ടെന്ന് തന്നെ ആരിഷിന് അവനും ചെറിയ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക. ആരിഷ് ബാർ ഐസ്ക്രീമിലോട്ട് കയറിയിരിക്കുന്നു. ആരിഷിന് സ്പീഡ് കൂടി. അവൻ ബാർ ഐസ്ക്രീം കഴിക്കുകയാണ്. സാന്ദ്ര ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് സ്ലോ ആയിട്ടുണ്ട്. അവൾക്ക് ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. സാന്ദ്രയും വാശി കയറി. എന്താവും, ആര് ജയിക്കുമെന്ന് അറിയത്തില്ല. ആരിഷിൻ്റെ ശ്രദ്ധ മുഴുവനും ഇപ്പോൾ ഐസ്ക്രീമിലാണ്. അവൻ ആ ഐസ്ക്രീം മുഴുവൻ കഴിക്കുമെന്നുള്ള 3 മിനിറ്റിനുള്ളിൽ ഇത്രയും ആരാണോ കഴിച്ചു തീർക്കുന്നത് അവരായിരിക്കും വിന്നർ. ചെറിയ ഐസ്ക്രീം 10ഉം 2 ഐസ്ക്രീം ഈ 2 എണ്ണം വീതവുമാണ്. അതിൽ ലേസ് കഴിച്ചു കഴിഞ്ഞു. ലേസ് കഴിച്ചു കഴിഞ്ഞു. ഇടയ്ക്ക് സാന്ദ്ര മഞ്ച് കഴിക്കാനായിട്ടൊരു ശ്രമം നടത്തുന്നുണ്ട്. ആരിഷ് ഐസ്ക്രീമിൽ തന്നെയാണ് നോട്ടം ഇട്ടിരിക്കുന്നത്. ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സാന്ദ്രയും ബാർ ഐസ്ക്രീം ഒരെണ്ണം എടുത്തിരിക്കുകയാണ്. ആരിഷിൻ്റെ സ്പീഡ് കണ്ടോ? അവൻ അടുത്ത ബാറിലൊക്കെ കിടന്നു. പക്ഷേ അവൻ അത് പൊട്ടിക്കാൻ പറ്റാതെ അവൻ ബുദ്ധിമാനാണ് കേട്ടോ. അവൻ അടുത്ത മഞ്ചിലോട്ട് കയറി. മഞ്ച് ഇതുവരെ സാന്ദ്ര എടുത്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് സാന്ദ്ര ആരിഷിനെ നോക്കുന്നുണ്ട്. സാന്ദ്രയ്ക്ക് അവൻ്റെ അത്ര സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയമുണ്ട്. ആരിഷ് 1 മഞ്ച് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇപ്പം തീരും. ഇനി 3 മിനിറ്റാണ്. ചലഞ്ച് കഴിഞ്ഞ ഉടനെ തന്നെ ആരിഷിൻ്റെ വേല കണ്ടോ? ബാക്കിയിരുന്ന ഒരു ഐസ്ക്രീം കള്ളൻ എടുത്ത് കഴിച്ചോണ്ട് നിൽക്കുന്ന രംഗമാണ് കാണുന്നത്. ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ അവൻ്റെ ചമ്മൽ കണ്ടോ? പാത്രമായിട്ട് അവൻ കഴിച്ചോണ്ടിരിക്കുക. ചെറുതിന് കൊടുത്തില്ല. അത് ഫുഡ് ചലഞ്ച് അവസാനിച്ചു. ആരിഷ് സാന്ദ്രയെ പൊട്ടിച്ചുകൊണ്ട് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുകയാണ്. കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്തത്. എടാ പറഞ്ഞ ആരാ ജയിച്ചത്? ആരിഷ് അജയ്. അങ്ങനെ കൈവക്ക്. ഇന്നത്തെ ഇനി ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണിക്കുക. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ. അന്നേരം എൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാവേ. ഇവനെ ജയിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ബാക്കിയിരുന്ന ഐസ്ക്രീമും കൂടെ അടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവൻ ഇതിനു വേണ്ടിയിട്ടാണ് ഫുഡ് ചലഞ്ച് നടത്തിയത്. ഞാൻ ഇത്രയും അറിഞ്ഞില്ല. തോട്ടാത്തോട് പാലം കാണാൻ വാ.
വലിയ പ്രശസ്തമായ പാലമൊന്നും അല്ല ഇത്. എന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തോട്ടാത്തോടം എന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നൊരു പാലമാണ്. അതുകൊണ്ടാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാലമായതുകൊണ്ട് എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. ഇതെൻ്റെ അച്ഛൻ്റെ കടയാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ ബെല്ലൈക്കൺ ഞെക്കുക. ടാറ്റാ.